നോക്കാൻ പോകുന്നത് ബിഫാം, അതായത് ബാച്ചിലർ ഓഫ് ഫാർമസിയുടെ യൂണിവേഴ്സിറ്റി എക്സാം എങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പം ബിഫോർ എക്സാം എന്ത് ചെയ്യണം, ഡ്യൂറിങ് എക്സാം എന്ത് ചെയ്യണം. 8 സെമസ്റ്റർ കോഴ്സാണ് ബിഫാം. അപ്പം ഓരോ സെമസ്റ്ററിലും യൂണിവേഴ്സിറ്റി എക്സാമിന് മുമ്പ് തന്നെ 2 സെഷണൽ എക്സാംസ് ഉണ്ടായിരിക്കും, അതിൻ്റെ പ്രാക്ടിക്കൽസ് ഉണ്ടായിരിക്കും, ഒരു മോഡൽ എക്സാം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കൽസ് ഉണ്ടായിരിക്കും. ഈ യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കൽസ് കഴിഞ്ഞ് നമ്മളൊന്ന് ശ്വാസം വിടാമെന്ന് വിചാരിക്കുമ്പോഴേക്കും അടുത്ത സെമസ്റ്ററിൻ്റെ സെഷണൽ എക്സാമിനുള്ള സമയവും. ഇങ്ങനെ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് നമ്മൾ ബിഫാമിന് ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ, പഠിക്കുന്ന കാര്യമാണെങ്കിലും അതുപോലെ പഠിക്കുന്നതിൽ മാത്രം കാര്യമില്ല, അത് പ്രോപ്പറായിട്ട് യൂണിവേഴ്സിറ്റി പേപ്പറിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതും അനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ട് വരും. അപ്പം ഞാൻ ഇതിനു വേണ്ടി ഫോളോ ചെയ്ത കുറച്ച് ട്രിക്സും ടിപ്സും ആണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം എന്ന് വെച്ചാൽ എക്സാമിന് മുമ്പ്, ബിഫോർ ദി എക്സാം നമ്മൾ എന്ത് ചെയ്യണം. സോ ഫസ്റ്റ് വേണ്ടത് പഠിക്കണം, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പം ആദ്യം തന്നെ നമ്മുടെ സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്തൊരു കോപ്പി നമ്മുടെ കയ്യിൽ വെക്കുക, എന്നിട്ട് അതൊന്ന് വായിച്ച് നോക്കുക. അതായത് നമുക്കൊന്ന് പരിചയമാവാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ്, ഓരോ സബ്ജക്ട്സിലും എന്തൊക്കെയാണുള്ളത്, ഓരോ യൂണിറ്റിലും എന്തൊക്കെയാണുള്ളതെന്നുള്ളൊരു പരിചയം നമുക്ക് ഫസ്റ്റ് തന്നെ വേണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോട്ട്സ് ഉണ്ടാക്കുക, നോട്ട്സ് മേക്കിംഗ്. നമുക്ക് ഓൾറെഡി കോളേജിൽ നിന്ന് ടീച്ചേഴ്സ് ചിലപ്പോൾ ഇനി നോട്ട്സ് തരും, അല്ലെങ്കിൽ നമ്മളോട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറയും, ഇതെന്തെങ്കിലും വായിക്കും. അപ്പം നമ്മൾ ടീച്ചേഴ്സ് നോട്ട്സ് തന്നാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടേതായിട്ടുള്ള ഒരു നോട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ നോട്ട് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാം. അപ്പം ഞാൻ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് വെച്ചാൽ നിങ്ങൾ A4 ഷീറ്റ് അല്ലെങ്കിൽ ബുക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ പേജ് ഞാൻ ആദ്യം മടക്കും 2ആയിട്ട്, അതിനുശേഷം പഠിക്കാനുള്ള ടോപ്പിക് എഴുതും, അത് അണ്ടർലൈൻ ചെയ്യും. അതിനുശേഷം നമ്മൾ അതിനകത്ത് വരുന്ന പോയിന്റ്സ് മാത്രം എഴുതും. ഇപ്പോൾ ക്യാപ്സൂൾസ് ആണെങ്കിൽ സോളിഡ് ഡോസേജ് ഫോംസ്, അത് ജെലാറ്റിൻ ഷെല്ലാണ്. അപ്പം അങ്ങനത്തെ പോയിന്റ്സ് മാത്രം ഞാൻ എഴുതി വെക്കും. ഇത് നമുക്ക് ഇലോബറേറ്റ് ചെയ്ത് എഴുതണം. എക്സാമിന് എഴുതുമ്പോൾ നമ്മളിത് ഇലോബറേറ്റ് ചെയ്ത് സെൻറ്റൻസിലേക്ക് എഴുതണം. പിന്നെ ഇപ്പം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ കൊടുക്കും. അതിനുശേഷം അതിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഞാനത് എഴുതും. ഇതും പോയിന്റാണ്. ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഇലോബറേറ്റ് ചെയ്ത് എഴുതാം. പക്ഷേ എക്സാമിന് എഴുതുമ്പോൾ ഇതുപോലെ ഹെഡിങ് എഴുതിയതിന് ശേഷം പോയിന്റാക്കി എഴുതുകയാണെങ്കിൽ അത് വാല്യുവേറ്റേഴ്സിനെ നോക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹൈലൈറ്റർ പെൻ വെച്ച് അത് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അത് പെട്ടെന്ന് നിൽക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ. സോ റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യുന്നു അത്ര പ്രാവശ്യം അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. നമ്മളത് മറക്കാതെ ഇരിക്കാനായിട്ട് ഫ്രീക്വൻസി ഓഫ് റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രമാത്രം നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും അത്രമാത്രം റിവൈസ് ചെയ്യാം. അല്ലെങ്കിൽ എക്സാമിന് തലേ ദിവസം ഇരുന്ന് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാമിന് പോകുന്ന സമയത്ത് നമുക്ക് ഒന്നാമത് ഭയങ്കര ടെൻഷനായിട്ടായിരിക്കും നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്നുണ്ടാവുക. ആ സമയത്ത് ഉറങ്ങും കൂടി ചെയ്യാണ്ട് തലേ ദിവസം മൊത്തം ഇരുന്ന് വായിച്ച് എക്സാമിന് പോകുന്നത് വെച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ റിവിഷൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. സോ റിവിഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഒരു പേജ് എടുത്തിട്ട് ഞാൻ ഏത് ടോപ്പിക്കാണോ ആ ടോപ്പിക്ക് എഴുതും. അതിനുശേഷം നമ്മുടെ സിലബസിൽ ഉണ്ടായിരിക്കും ആ ടോപ്പിക്കിന് അടിയിൽ വരുന്ന എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതൊരു ഡെഫിനിഷൻ ആയിരിക്കും. ഇപ്പോൾ ക്യാപ്സ്യൂൾ ആണെങ്കിൽ ഡെഫിനിഷൻ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ക്യാപ്സ്യൂൾസ്, ഇതൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇത് എഴുതിയിട്ട് ഞാൻ എത്ര അഡ്വാൻറ്റേജ് ഞാൻ നോട്ടിലുണ്ടായിരുന്നു ചെയ്തു. ഇപ്പോൾ 2 അഡ്വാൻറ്റേജ് ആണ് പഠിച്ചത്, ഡിസഡ്വാൻറ്റേജ് 3 പഠിച്ചത്, ടൈപ്സ് 2 പഠിച്ചെങ്കിൽ അത് ഞാൻ അതിനകത്ത് എഴുതും. എന്നിട്ട് ഞാനത് പറഞ്ഞു നോക്കും എനിക്ക് കാണാപ്പാടം ഓരോ പ്രാവശ്യം കിട്ടുന്നുണ്ടോ. പിന്നെ ഉള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളത്. ഏകദേശം നമുക്കൊരു ടെക്നിക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഞങ്ങളായിരുന്നു ഫസ്റ്റ് സെമസ്റ്റർ ബാച്ച്. അപ്പോൾ 2017-2021 ബാച്ചാണ്. അപ്പോൾ ഞങ്ങളായിരുന്നു ഫസ്റ്റ് സെമസ്റ്റർ ബാച്ച്. ഞങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി കുറച്ച് മോഡൽ പേപ്പേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ നോക്കിയായിരുന്നു. പിന്നെ നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും ചേഞ്ച് ഉണ്ടായിരുന്നില്ല, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ചേഞ്ച് ഉണ്ടായിരുന്നു. എന്നാലും സീനിയേഴ്സിന് വന്നിട്ടുള്ള 10 മാർക്ക് ക്വസ്റ്റ്യൻസും 5 മാർക്ക് ക്വസ്റ്റ്യൻസും ഞങ്ങൾ നോക്കിയായിരുന്നു. എന്തൊക്കെയാണ് അവർ ഇടാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് 10 മാർക്കും 5 മാർക്കും നമ്മൾ നോക്കി. നമ്മുടെ സിലബസിൽ കോമൺ ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ, സീനിയേഴ്സുമായിട്ട് കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഓക്കെ, ഇനി ഡ്യൂറിങ് എക്സാം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ എക്സാം ഹാളിൽ പോകുന്നതിന് മുൻപ് നമ്മൾ കയ്യിൽ കരുതേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാം, ബോൾ പെൻ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, ബ്ലൂ ഓർ ബ്ലാക്ക്. പിന്നെ ഒരു റെഡ് പെൻ വേണം അണ്ടർലൈൻ ചെയ്യാനായിട്ട്. പിന്നെ അണ്ടർലൈനിൽ കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിലും, എന്തെങ്കിലും വരയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ വേണ്ടിയിട്ട് ഒരു സ്കെയിലും, ബോക്സ് ഒക്കെ വരയ്ക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു പെൻസിലും, ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പം മിനിമം ഞാനൊരു 3 ബോൾ പെൻ എങ്കിലും കയ്യിൽ വെക്കും. കാരണം എന്തെങ്കിലും തെളിയാണ്ടായിട്ട് ആ സമയത്ത് ടെൻഷൻ ആവണ്ടല്ലോ എന്ന് വെച്ചാൽ ഇത്രയും 3 ബോൾ പോയിന്റ് മിനിമം ഞാൻ കയ്യിൽ വെക്കുകയായിരുന്നു. ഇനി എക്സാം എഴുതുമ്പോൾ
എക്സാം എഴുതുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമുക്ക് ഫസ്റ്റ് പേജ് ഫില്ല് ചെയ്യാൻ തരും. അതൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പറൊക്കെ നമുക്കിങ്ങനെ OMR ആണ് കറുപ്പിക്കാനാണുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് കറുപ്പിക്കുക. അടുത്തത് എക്സാം എഴുതേണ്ടത് നമുക്കറിയാം 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 5 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 2 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ്. മൊത്തം 75-ലാണ് നമുക്ക് ടോട്ടൽ മാർക്ക് വരുന്നത്. അതിൽ 3 hours ആണ് നമുക്ക് എഴുതാനുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഓരോന്നിനും എടുക്കുന്ന സമയമുണ്ട്. അതായത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 20 മിനിറ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാൻ പറ്റുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 മിനിറ്റ് ആണ് എടുക്കുക. അതുപോലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ 5 മിനിറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്പർ ഓഫ് പേജസ്, നമ്മൾ എഴുതുന്ന പേജും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഫോളോ ചെയ്തതെന്ന് വെച്ചാൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 5 സൈഡാണ് ഫോളോ ചെയ്തത്. 5 പേജ് 5 സൈഡാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 3 സൈഡും, പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഡിപ്പെൻസ് ആണ്. ചിലപ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണെങ്കിൽ ഹാഫ് പേജൊക്കെയാണ് യൂസ് ചെയ്യാറ്. അതല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് അത്ര അറിയില്ല, ഈ നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്തുനിന്നുള്ളതൊക്കെ പിടിച്ച് എഴുതണമല്ലോ. സോ അങ്ങനെ റിലേറ്റ് ചെയ്ത് എഴുതാനൊക്കെ ആണെങ്കിൽ ഒരു പേജിൻ്റെ അടുത്തൊക്കെ എടുക്കാറുണ്ട്. ഡിപ്പെൻസ്. അങ്ങനെ 50 പേജിൻ്റെ മാർക്ക് ഷീറ്റാണ് നമുക്ക് കിട്ടുന്നത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ എക്സാം ക്വസ്റ്റ്യൻസ് എഴുതേണ്ട ഓർഡർ. അപ്പം സാധാരണ നമ്മൾ പറയും 1, 2, 3 കറക്റ്റ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ നോക്കുന്നവർക്കൊരു എന്തായിരിക്കും, എളുപ്പമുണ്ടായിരിക്കും കറക്റ്റ് ഓർഡറിലാണെങ്കിൽ. പക്ഷെ ഞാനിപ്പോഴും ഫസ്റ്റ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് എഴുതാറ്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതും. കാരണം അത് കുറച്ചുകൂടി ക്രിസ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും 4 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇന്ന കാര്യം അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നുണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു 5-6 ഫാക്ടേഴ്സ് അറിയാമായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഉത്തരം അറിയാമെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് കറക്റ്റായിട്ട് ഫ്രണ്ടിൽ തന്നെ എഴുതും. നമുക്കറിയാം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പം ടീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് അറിയാം, നല്ലപോലെ പ്രസൻറ്റ് കൂടി ചെയ്തിട്ടുണ്ട്, നല്ല ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ എഴുതിയിട്ടുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് അവർ കാണുമ്പോൾ ചെറിയ ക്വസ്റ്റ്യൻസ്, വലിയ ക്വസ്റ്റ്യൻസ് എഴുതുന്നേക്കാളും ചെറിയ ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുന്ന സമയത്ത് എന്തായിരിക്കും അവർക്ക് കാണുമ്പോൾ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി നല്ല വൃത്തി ഒക്കെ തോന്നും. ഞാൻ അങ്ങനെയാണ് ഫോളോ ചെയ്തത്. ഡിപ്പെൻസ്. അത് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതാൻ പറയും ചിലർ, അങ്ങനെയും എഴുതാം. ഞാൻ എന്തായാലും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം തീർക്കും. പിന്നെ നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ നമ്പർ ഇടുമ്പോൾ മാർജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇടുക. നമുക്കൊരു മാർജിൻ ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ ഇടാനായിട്ട്. ഇനി ആ ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ മാർജിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇടുക. ഒരിക്കലും നമ്മൾ മാർജിൻ്റെ ഉള്ളിലേക്ക് ഇടുക. ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആൻസറിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും സബ് പോയിന്റ്സ് ആയിട്ടാണ് അത് കൂട്ടുക. ഓക്കെ. അപ്പം ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻ കാണില്ല എന്ന് പറഞ്ഞിട്ട് അത് വാല്യുവേറ്റ് ചെയ്യാണ്ട് പോയി എന്നൊക്കെ വരാം. അപ്പോൾ ഇപ്പോഴും മാർജിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വേണം നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടാനായിട്ട്. പിന്നെ നമ്മൾ ആൻസർ ചെയ്ത് തുടങ്ങുകയാണ്. ഇപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിടുകയാണെങ്കിൽ നമ്മൾ മാർജിൻ അവിടെ 1 ഇട്ടിട്ട് പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ അത് നമ്മൾ ഹെഡിങ് ആയിട്ട് എഴുതണം. അപ്പോൾ വാട്ട്, വൈ എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നതിൻ്റെ ഹെഡിങ്. അപ്പം വാട്ട് ആർ ദി യൂസസ് ഓഫ് ക്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഹെഡിങ് വന്നാൽ യൂസസ് ഓഫ് ക്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതിയിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ എഴുതാം. അപ്പോൾ അത് നോക്കുന്ന ഇൻഡിവിജ്വൽ വാലുവേറ്റേഴ്സിന് എന്തായിരിക്കും, എളുപ്പമായിരിക്കും. ഇന്ന ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യും, അവരത് എളുപ്പത്തിൽ അവർക്ക് നോക്കാനായിട്ട് പറ്റും. പോയിന്റ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് ആൻസർ എഴുതുന്ന സമയത്ത് പാരഗ്രാഫായിട്ട് എഴുതാണ്ട് പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യുക, താഴേക്ക് എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പം കോമയിട്ട് നമ്മൾ എന്തെങ്കിലും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാമ്പിൾസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ അതൊക്കെ ഉണ്ടെങ്കിൽ കോമയിട്ട് എഴുതി പോകാണ്ട് താഴേക്ക് നമ്മൾ എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്യാനായിട്ട് വെക്കും. പ്രത്യേകിച്ച് ക്ലാസിഫിക്കേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഹെഡിങ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വരച്ച് ഓരോ ക്ലാസ്സസ് ആയിട്ട് എഴുതാൻ നോക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, നമുക്ക് ചിലപ്പോൾ അറിയായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ കട്ടകുത്തി എഴുതുന്നതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് വായിക്കാൻ പറ്റാത്തതുകൊണ്ടോ ഒക്കെ ആയിട്ട് നമുക്ക് മാർക്ക് കുറയാണ്ടിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ പോയിന്റ് ഡൗൺ ആക്കി എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന പോലെ ആക്കി എഴുതുക, അല്ലെങ്കിൽ ടേബിൾസ് ആക്കി എഴുതുക, ഇതൊക്കെ ചെയ്യുക. പിന്നെ മിനിമം നമ്മളിപ്പോൾ ഒരു മാർക്ക് ആൻസർ ഷീറ്റ് കൊടുക്കുന്ന സമയം അതിലൊരു അറ്റ്ലീസ്റ്റ് ഒരു ഡയഗ്രാം എങ്കിലും ഉണ്ടാവാനായിട്ട് ശ്രമിക്കും. പിന്നെ നമുക്ക് റൂൾഡ് ആയിട്ടുള്ള വരെയുള്ള പേപ്പറാണ് നമുക്ക് എക്സാമിന് കിട്ടുന്നത്, ബുക്ക്ലെറ്റ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മൾ ചെരിഞ്ഞും വളഞ്ഞൊന്നും പോവില്ല. അപ്പോൾ അങ്ങനെ ഒരു പേര് നമുക്ക് വേണ്ട. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് നല്ല വൃത്തിക്ക് പ്രസന്റ് ചെയ്യാനായിട്ട്, അവർക്ക് വായിക്കാൻ പറ്റാവുന്ന രീതിയിലൊക്കെ പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഏറ്റവും എനിക്ക് അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ടിപ്പ്, അതായത് അധികം ആരും യൂസ് ചെയ്യില്ല, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വിചാരിക്കുന്നതിനാണ് റെഡ് പെൻ കൊണ്ട് നമ്മൾ ആൻസർ അണ്ടർലൈൻ ചെയ്യാന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ് പെൻ കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് നമുക്ക് ഉത്തരം അറിയാൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കട്ടകുത്തി എഴുതിയൊക്കെയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വാലുവേറ്റേഴ്സിന് വായിക്കാൻ പറ്റാവുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇപ്പോൾ എഴുതി. പക്ഷെ അത് ആൻസർ കറക്റ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് മാർക്ക് വരുമ്പോൾ എന്തായിരിക്കും, മാർക്ക് കുറവായിരിക്കും. അപ്പം അതിൽ നമുക്ക് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഉറപ്പാണ് ഇത് കറക്റ്റാണ്, ഇതാണ് ആൻസർ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് റെഡ് പെൻ കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കും. അപ്പോൾ റെഡ് പെൻ കൊണ്ട് അണ്ടർലൈൻ ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് അവരുടെ നോട്ട് അങ്ങോട്ട് പോകും.
അപ്പോൾ അവർക്ക് പോയിന്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ആൻസർ അറിയാം, അപ്പോൾ മാർക്ക് കൊടുക്കാമെന്ന് എന്ത് ചെയ്യും അവർക്ക് തോന്നും. സോ അങ്ങനെ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുതിയ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വയ്ക്കുക. അപ്പോൾ അത് ഒരിക്കലും ഒരു പേജിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ അടിഭാഗത്ത് 2 ലൈനേ ബാക്കിയുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും തുടങ്ങരുത്. കാരണം വാലുവേറ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് കണ്ടു എന്ന് വരില്ല. ഒരു പുതിയ പേജിലേക്ക് നോക്കി മുമ്പത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് എഴുതിക്കുന്നത് വിചാരിച്ചു പോകും. അപ്പോൾ 2-3 പേജ്, ഒരു 4 പേജൊക്കെയാണ് ബാക്കിയുള്ളെങ്കിൽ പുതിയ പേജിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതി തുടങ്ങുക, ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി തുടങ്ങുക. അത് ശ്രദ്ധിക്കണം. പിന്നെ ഫൈനലി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഏത് പേജ് നമ്പറിലാണ് തുടങ്ങണമെന്നുള്ളത് എഴുതാനുള്ള ഒരു സ്പേസ് ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്, മുകളിലായിട്ട് ടോപ്പിലായിട്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ കറക്റ്റായിട്ടല്ല എഴുതിയെങ്കിൽ വാലുവേറ്റേഴ്സിന് അത് മറിച്ച് നോക്കി ഏത് പേജിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഏതെങ്കിലും പേജിൻ്റെ താഴെയായിരിക്കും പുതിയൊരു ക്വസ്റ്റ്യൻ തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ അവസാനം മാർക്കിട്ട് വരുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ കുട്ടി എഴുതിയിട്ടില്ലേ, കാരണം അത് നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ മാർക്കിട്ടേണ്ട സ്ഥലത്ത് ബ്ലാങ്ക് ആയിട്ടായിരിക്കും അവരുടെ ഷീറ്റിലുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, അവർ നോക്കിയിട്ട് എഴുതിയിട്ടില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ആ ഫ്രണ്ട് പേജ് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടോ, ഏത് പേജിനാണ് തുടങ്ങിയെന്ന് നോക്കുമ്പോൾ നമ്മൾ ആ പേജ് നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ എഴുതിയിട്ടുണ്ട്, ഞാൻ കാണാണ്ടിരുന്ന രീതിക്ക് അവർക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട് പേജിലേക്ക് എടുത്ത് എഴുതുക. അപ്പം അത് ഒരു 12:20-25 ആകുന്ന സമയത്ത് നമുക്കൊരു വാണിംഗ് ബെല്ല് അടിക്കുമല്ലോ. അപ്പം ആ സമയത്ത് നമ്മൾ എഴുത്ത് നിർത്തിയിട്ട് ഇത് എഴുതാൻ നോക്കുക. ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഫ്രണ്ടിലേക്ക് പേജ് നമ്പർ എടുത്ത് എഴുതാറുണ്ട്. പിന്നെ ഏറ്റവും ഫൈനലി നമുക്ക് ലാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്ത പേജൊക്കെ എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്ത കാര്യങ്ങൾ. ഇപ്പം റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് മുമ്പ് നമുക്ക് ആ കൂടി ചെയ്യാന്ന് വെച്ചാൽ റിവൈസ്. തലേ ദിവസം ഇത്രയും ഉറക്കളച്ചിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എക്സാം ഹാളിൽ പോകുമ്പോൾ നമുക്ക് തലകറക്കം വരും, നമുക്ക് ചിലപ്പോൾ ഉറക്കം തൂങ്ങും, അങ്ങനെ നമ്മുടെ ശ്രദ്ധ പോകും, അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരുത്താൻ സാധ്യതയുണ്ട്. സോ നമ്മൾ റിവൈസ് ചെയ്ത് നേരത്തെ വെക്കുകയാണെങ്കിൽ എക്സാമിൻ്റെ തലേദിവസം ജസ്റ്റ് നമുക്കതൊന്ന് നോക്കി പോയാൽ മതി. സോ ഇത്രയൊക്കെയാണ് മൈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫോർ യു ഗൈസ്.